പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അരിയുണ്ടാണ്. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മധുരമുള്ള എന്തെങ്കിലും തിന്നണമെന്ന് തോന്നി. അപ്പോൾ കുട്ടി ഒരു പ്രാവശ്യം പറഞ്ഞ് ലഡു വേണമെന്ന്. ഞാൻ വിചാരിച്ചു ലഡു എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയുണ്ട്, വീട്ടിൽ നല്ല റേഷൻ അരിയുണ്ട്. അപ്പം വിചാരിച്ച് നല്ല അരിയുണ്ട് ഉണ്ടാക്കാനേ. അപ്പോൾ നമ്മൾ റേഷൻ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, രാവിലത്തേക്കും കൂടി ഉണ്ടാക്കാന്ന് വെച്ചിട്ട്. ഇപ്പോൾ 1-2 ദിവസം വെച്ച് കഴിഞ്ഞാൽ അരിയുണ്ട ഒന്നും ആവില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉമ്മ എപ്പോൾ ഉണ്ടാക്കും. പിന്നെ ഈ അരിയുണ്ട മാത്രമല്ല ഉണ്ടാക്കുന്നത്, കുരുണ്ട് ഉണ്ടാക്കും. നമ്മൾ സീസൺ ചക്കേൻ്റെ ഒക്കെ സീസൺ ആകുമ്പം കുരു വെച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ട ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ചക്കേൻ്റെ സീസണൊക്കെ കാണിക്കാം. ഇപ്പം നമ്മൾ നല്ല തേങ്ങയും വെല്ലമൊക്കെ ചേർത്തിട്ടുള്ള അരിയുണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വറുത്ത് വരുന്നുണ്ട്, ഏകദേശം വറുത്താറായി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരി വറുത്തത് തന്നെ തിന്നാൻ നല്ല ഇഷ്ടമാണ്. അതിനകത്ത് കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ വറുത്ത അരിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തിന്നും. അപ്പം വിശാലിനും വലിയ ഇഷ്ടം തന്നെയാണ് അരിയുണ്ട. നമ്മളെല്ലാവരും അരിയുണ്ട് തിന്നും. പിന്നെ അതിൽ കൂടുതലായിട്ട് എനിക്ക് തെരിയുണ്ട നല്ല ഇഷ്ടം. പക്ഷെ എനിക്ക് തെരിയുണ്ട ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരി. അപ്പം തെരിയുണ്ടൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടാണ്. ഇനി ഒരിക്കൽ തെരിയുണ്ടയും കൂടി ഉണ്ടാക്കി നോക്കണം. അപ്പം ഏകദേശം നമ്മളെ അരിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വറുത്തിട്ടുണ്ട്. വേണ്ട നന്നായിട്ടൊന്ന് വറുകണേ, എന്നാലേ നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ പറ്റും. മിക്സിയിൽ നിന്ന് പൊടിച്ചാണല്ലോ എടുക്കണ്ടേ. പണ്ടൊക്കെ ഈ അരി നമുക്ക് ഉമ്മയെല്ലാം നമ്മളെല്ലാം കുട്ടിക്കാലൊക്കെ എന്താ പറയുക അമ്മിക്കല്ലിലിട്ടിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വെള്ളമെല്ലാം അരച്ചെടുക്കുന്നതൊക്കെ കാണാം. അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ മിക്സിയിൽ വെച്ചിട്ടല്ലേ അടിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഏകദേശം വറന്ന് വന്നിട്ടുണ്ട്. ഞാൻ 5 ആണി വെല്ലം പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മെൽറ്റാക്കാൻ വെക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ അരി പൊടിച്ച് വറുത്തത് അതിനകത്തേക്ക് ഇടുന്നത്. നമ്മളങ്ങനെ വെല്ലം കുറുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 5 ആണി വെല്ലമാണ്. അത് പൊടിച്ചിട്ടാകുമ്പോൾ നമുക്ക് വേഗം ഒന്ന് കുറുകി കിട്ടും. മുയനാകുമ്പോൾ കുറുകിയെടുക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ വെല്ലം നന്നായിട്ട് കുറുകി, നന്നായിട്ടല്ല, നമുക്കൊരു അരി നമ്മൾ പൊടിച്ചരി എത്രത്തോളം ഉണ്ട് അത് മുങ്ങാൻ മാത്രമുള്ള കുറുകൽ മതി കേട്ടോ. ചിലവരൊക്കെ ചിരണ്ടിയിട്ടിടുന്നതാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ല ജ്യൂസി ആയിരിക്കുമല്ലോ നമ്മളെ അരിയുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ച്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ട് അരിച്ചിട്ടാണ് നമ്മൾ അരിപ്പൊടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് വേഗം ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കട്ടെ. ഉണ്ടാവും നമ്മളെ വെല്ലം കുറുകി വരുന്നുണ്ട്. ഒരു മീഡിയം സൈസ് കുറിയാൻ. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് മുമ്പ് നമ്മൾ തേയ്മെന്ന് വീണ തേങ്ങ ഉണ്ടാവും. അപ്പോൾ ഒരു പച്ചപ്പൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പച്ച തേങ്ങയാണ് നല്ല. അപ്പോൾ ഞാൻ ഇരിക്കട്ടെ. കത്തിയാളം കൊണ്ട് ഇരിക്കാൻ എനിക്ക് അറിയില്ല, ഭയങ്കര വിഷമമാണ്. കുറേ സമയം കൊത്തി എടുക്കണം. അതാകുമ്പോൾ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതിയല്ലോ. വിശാലിരിക്കുന്ന വിശാല് 3-4 തേങ്ങയിൽ ഒന്നിച്ചാട് ഉരിച്ചു വെക്കൂ സമയം കിട്ടുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല തേങ്ങ ഒരിക്കാൻ. അവന് എല്ലാം ആക്കിയിട്ട് അത് സെറ്റാക്കി വെക്കലാണ്. ഉണ്ടോ, നമ്മൾ സിമ്പിൾ പരിപാടിയല്ല. ഇനി ഇത് വേഗം ഒന്ന് ചിരണ്ടിട്ട് നമ്മൾ പൂച്ചക്കുട്ടി എന്നാ കളിക്കുന്നേ. കുരുത്തക്കേടാ ഇനിയിപ്പം കണ്ടാ. എന്തൊരു കുരുത്തക്കേടാ ചിഞ്ചോസേ, എന്നാ കുരുത്തക്കേടേ. ഇരുന്നാണ്ടാ മീനല്ല. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒറ്റൊരു തേങ്ങയുള്ളൂ കേട്ടോ. നമ്മൾ അത്ര കൂടുതലൊന്നും ആക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു തേങ്ങ എടുത്തുള്ളൂ. ഒരു തേങ്ങ എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ്. അപ്പോൾ ഇനി ഞാനത് വേഗം അരി വറുത്ത പൊടിച്ചയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. അപ്പം കണ്ടാ നമ്മളെ അരി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ്ടാ ഈ ഒരു രൂപത്തിലാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയും കൂടി ഇടുക. കണ്ടോ, തേങ്ങയും കൂടി ഇതിനകത്തേക്ക് മുഴുവൻ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴക്കാം. നല്ല അരി വറുത്തതിൻ്റെ ഒരു മണം. ഇതിനകത്ത് ഇനി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് തേങ്ങയും ഈ അരിപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ആക്കട്ടെ. എന്നിട്ടാണ് നമ്മൾ പിന്നെ വെല്ലം കൂടി ഇതിനകത്ത് ചേർക്കുക. ഇരച്ചോ ഇതുപോലെ നല്ലോണം കുഴക്കുക. ഇത് എത്ര മിനിറ്റ്
ഇതാ ഇതിപ്പോ ഈ ആവൂടാ എന്നാ തിന്നാൻ കതിയാ അത് കുളിക്കല് ചെയ്യണ്ടേ കുപ്പായെല്ലാം വരങ്ങിട്ടാ ഈ ഉണ്ടേനി ആവുമ്പത്തേക്ക് മുറാച്ചോ നീ ഇതാക്കുന്ന കണ്ടനാ തിന്നടാ എവിടെ ഉമ്മ മേടിച്ചോണ്ട് തരുന്നല്ലേ നമ്മൾ ഇത് തിന്നിട്ടില്ലേ നീ ഉമ്മ ആക്കുന്ന മറ്റേ കറുപ്പ് കുരുണ്ട എന്നാ പിന്നെ മോന് കുളിച്ച് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും കേട്ടോ ഇനിയിപ്പോ ഇതിനകത്തുമ്മ വെല്ലം കൂടി ആക്കട്ടെ ഇനി ഞാൻ വേഗം വെല്ലം ഒന്നേ നമ്മൾ നിരാശ വിട്ട് ഇളക്കുന്നുണ്ട് ഉമ്മ ആയിക്കോളും കേട്ടോ നല്ല ചൂടാമത്തെ കണ്ട ഉമ്മ ആയിക്കോളും എന്താ നമ്മളിപ്പോൾ ഈ പരുവത്തിലാണ് ഉള്ളത് ഇത് നന്നായിട്ട് ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ടാക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് ചൂടോടെയല്ലേ നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങനെ തന്നെ ഒഴിക്കണം എന്ന് കഴിഞ്ഞാലാണ് നല്ല ഒരു സോഫ്റ്റ് കിട്ടും പിന്നെ ചിലവർ ആർക്കേജൊക്കെ ഒഴിക്കും ഞാൻ ആർക്കേജൊന്നും ഒഴിക്കുന്നില്ല അതിൻ്റെ ഒന്നും ചുവ നമുക്ക് ഉണ്ടൊക്കെ ഒരു രസമുണ്ടല്ലോ ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു 3 ഏലക്ക ഇട്ടിട്ടുണ്ട് അത് ഞാൻ വിട്ടുപോയി പറയാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നല്ല ജ്യൂസി മോഡലാണ് കേട്ടോ അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ചിലതൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഒരു കല്ല് പോലെ അതൊന്നും ഒരു രസം ഉണ്ടാവില്ല ഈ ഒരു ഇതിനകത്താണ് നമ്മളാക്കുന്നത് കണ്ടോ ഈ ഒരു പരുവെള്ളം ഉണ്ടാക്കുന്നത് വലിയ ഉണ്ടാക്കുന്നില്ല വലിയ ഉണ്ട ഒരു രസമില്ല നമ്മൾ കുഞ്ഞിക്കൈയല്ലേ നമ്മൾ കുഞ്ഞിക്കൈയിൽ ഒതുങ്ങിയ കുഞ്ഞുണ്ടതാ ഇത് കുറച്ചുണ്ട് ഉണ്ടാവും കൂടുതൽ കൈയെല്ലാം കണ്ട ചോന്ന് പോയി ചൂടായോണ്ട് ചൂടോടെ നിങ്ങളിങ്ങനെ പിടിച്ചാക്കുമ്പോന്ന് നല്ല എണ്ണയാക്കുന്ന അങ്ങനെ നമ്മളെ റേഷൻ അരി ഉണ്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് സൂപ്പറാണ് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല പാകത്തിലുള്ള മധുരം നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നമുക്കൊരു ചായം കൂടിയാകുമ്പോൾ അടിപൊളി അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോ